ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. സൗപർണിക്കയാണ് ഇന്ദുവിനെ കോൾ ചെയ്തത്. ആ സമയത്ത് ഇന്ദു പറയുന്നുണ്ട്, നിന്റെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. നിനക്ക് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ? നിന്നോട് ശ്യാമും അവന്റെ അമ്മയച്ഛനൊക്കെ നന്നായിട്ട് തന്നെയല്ലേ പെരുമാറുന്നത്? അപ്പോ സൗപർണിക പറയാണ്, ഇല്ല, നമ്മൾ വിചാരിച്ചതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഏട്ടത്തി. ഇത്രയും കാലം ഞങ്ങളെ ഞങ്ങളുടെ മകനിൽ നിന്ന് നീ അകറ്റി കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചെറുതായിട്ട് തന്നെ വഴക്ക് പറഞ്ഞു. പക്ഷേ നമ്മുടെ മേലും തെറ്റുണ്ടല്ലോ, അതുകൊണ്ട് അവര് പറയുന്നത് കേട്ട് ഞാൻ വായ പൂട്ടി മിണ്ടാതെ നിന്നു. നന്നായി സൗപർണിക, നീ മുൻപത്തെ പോലെ ദേഷ്യത്തോടെ എന്തെങ്കിലും തിരിച്ചു പറയുമോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി, ഇപ്പോ ഞാൻ മുമ്പത്തെ പോലെയല്ല, ഞാൻ ഒരുപാട് മാറി. ഇതാണ് എൻ്റെ ജീവിതം, ശ്യാമാണ് എൻ്റെ ലോകം എന്ന് മാറിയിട്ടാണുള്ളത്. ഇനി എന്താണ് ഞാൻ ദേഷ്യപ്പെടാനുള്ളത്? എന്താണെങ്കിലും ക്ഷമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നീ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു സൗപർണിക. ഏട്ടത്തി, പിന്നെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ശാലിനിക്കും അർജുനും ഒക്കെ സുഖാണോ? എല്ലാവർക്കും സുഖാണ് സൗപർണിക. പിന്നെ ഇടയ്ക്ക് അമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ വിളിക്കാൻ പറ്റാത്തത് കാരണം നിന്റെ വീടിന്റെ ഭാഗത്ത് വന്നിട്ട് ഒന്ന് നിന്നെ കണ്ടാലോ എന്നൊക്കെ. ഞാനാണ് അമ്മയോട്, ഇപ്പോ നമ്മൾ പോയിട്ട് അവരെ ശല്യപ്പെടുത്തുകയൊന്നും വേണ്ട, ഇനി അതുകൂടി ആയിക്കഴിഞ്ഞാൽ ശ്യാമിന്റെ ദേഷ്യം കൂടിയാലോ എന്ന് പറഞ്ഞത് സൗപർണിക. ഏട്ടത്തി, അദ്ദേഹം ഇപ്പൊ എന്നോട് നന്നായിട്ടാണ് പെരുമാറുന്നത്. അത് മതി സൗപർണിക. അത് കേട്ടപ്പോൾ ഇന്ദുവിന് ഒത്തിരി സന്തോഷമായി. പിന്നീടും അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. ശരി ഏട്ടത്തി, ഞാൻ പിന്നീട് വിളിച്ചോളാം. ഇപ്പൊ പോലും ഞാൻ അദ്ദേഹം അറിയാതെയാണ് വിളിക്കുന്നത്. ശരി, ഞാൻ എല്ലാവരോടും അന്വേഷിച്ചതായിട്ട് പറയൂട്ടോ. ശരി സൗപർണിക, നിന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലും വീട്ടിലേക്കൊന്ന് വന്നിട്ട് പോ. ഞാൻ നോക്കാം ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് കോൾ കെട്ടുകയാണ്. ഇന്ദു തിരിച്ച് അവരുടെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഇന്ദുവിന് കൊടുക്കാനുള്ള പണം സ്വരുക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ മാലതി ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതാ ഇന്ദു, എല്ലാവരിൽ നിന്നും പിരിച്ച പണാണിത്. 10,000 രൂപയുണ്ട്. ഞാൻ നിനക്ക് 5,000 രൂപ അയച്ചിട്ടുമുണ്ട്. ആകെ മൊത്തം 15,000 രൂപയുണ്ട്. ചേച്ചി, അപ്പോഴും ആകെ 20,000 രൂപയേ ആയിട്ടുള്ളൂ. ഇനിയും 15,000 രൂപ നമ്മൾ റെഡിയാക്കണം. എന്താ ചെയ്യുക? ഇന്ദു ആകെ വിഷമത്തോടെ പറയാണ്. അല്ല ഇന്ദു, ബാങ്കില് പകുതി പണം അടച്ചാൽ മതിയാവില്ലേ? എനിക്ക് അറിയില്ല. അതെന്താ ഇന്ദു, നമുക്ക് എല്ലാവർക്കും മൊത്തമായിട്ട് ഒന്നിച്ചടക്കാൻ പറ്റണമെന്നില്ലല്ലോ. പുറത്ത് ബാക്കിയുള്ളവരോടാണ് നമ്മൾ കടം വാങ്ങിക്കുന്നതെങ്കിൽ കയ്യിലുള്ള പണം കൊടുത്തിട്ട് ബാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറയുമ്പോൾ ബാങ്ക് അവർ കേൾക്കുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ ഇന്ദു ബാങ്കും. മാലതി ചേച്ചി അവർക്ക് അറിയാവുന്നത് പോലെ പറയുന്നപ്പോൾ ഇന്ദു തിരിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നന്ദിനിയും പറയുന്നുണ്ട്, നീ ഒന്ന് അടച്ചു നോക്ക് ഇന്ദു, പകുതി അടച്ചാൽ തന്നെ പകുതി സമാധാനം കിട്ടുമല്ലോ. ശരി, എൻ്റെ കയ്യിൽ ബാങ്കിലെ സ്റ്റാഫിന്റെ നമ്പർ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. എന്നിട്ട് ബാങ്കിലേക്ക് വിളിച്ചിട്ട് ഇന്ദു പറയാണ്, സർ, ഞാൻ ബാങ്കിൽ നിന്ന് ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ EMIയുടെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. എൻ്റെ കയ്യിൽ പകുതി പണം മാത്രമേ ഉള്ളൂ. അതെനിക്കിന്ന് വന്നിട്ട് അവിടെ അടക്കാൻ പറ്റുമോ? നിങ്ങളുടെ ലോണിന്റെ നമ്പർ പറഞ്ഞു തരൂ. അപ്പോൾ ഇന്ദു അവളുടെ ലോണിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അത് അടിച്ചു നോക്കിയതിനു ശേഷം അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ലോണിന്റെ EMI അടച്ചല്ലോ ഈ മാസത്തെ. എന്ത് EMI അടച്ചെന്നോ? സർ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയൂ, ഞാൻ ഇതുവരെ EMI അടച്ചിട്ടില്ല. ഇല്ല മാഡം, സിസ്റ്റത്തിൽ നിങ്ങൾ EMI അടച്ചു എന്നാണ് കാണിക്കുന്നത്. ഇന്ദുവിനാകെ അതിശയാവുകയാണ്, തൻ്റെ EMI ആരാണ് അടച്ചതെന്ന് കരുതിയിട്ട്. ഇപ്പോഴാണ് വന്നിട്ട് അടച്ചിട്ടുള്ളത്, ട്രാൻസ്ഫർ ചെയ്തതല്ല, ആള് തന്നെ വന്നിട്ട് അടച്ചതാണ്. അതാരാണ് EMI അടച്ചതെന്ന് അറിയാൻ പറ്റുമോ സർ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീലൻ അടച്ചായ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഈ അക്കൗണ്ട് നമ്പറിലുള്ള ലോൺ ആരാണ് അടച്ചത് എന്ന്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അവരുടെ ഹസ്ബൻഡാണ് വന്നിട്ട് അടച്ചിട്ട് പോയിട്ടുള്ളത്. നീലകണ്ഠൻ എന്നാണ് ഇവിടെ പേര് കാണിക്കുന്നത്. അപ്പോ ഇന്ദു അതിശയത്തോട് ചോദിക്കുകയാണ്, നീലകണ്ഠനാണോ വന്നിട്ട് അടിച്ചിട്ടുള്ളത്? അവള് സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ ഓട്ടോ ചേച്ചിമാരൊക്കെ കൂടെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. ശരി സർ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇന്ദു കോള് കട്ടിയാണ്. അവൾക്ക് ശരിക്കും അമ്പരപ്പ് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി, നീലേട്ടൻ ലോൺ അടച്ചു എന്നാണ് അവർ പറയുന്നത്. ഇന്ദു, നീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവനും നേരിട്ട് കാണുന്നതല്ലേ. നിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കും അവൻ പോയിട്ട് ലോൺ അടച്ചത്. അതുകൊണ്ടെന്താ, സമാധാനായില്ലേ? അല്ല ചേച്ചി, ഒരു ഭാഗത്ത് സമാധാനം ഉണ്ടെങ്കിൽ ഇനിയൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ അമ്മ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആലോചിച്ചിട്ട് വല്ലാത്ത പേടിയും ആവും. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം ഇന്ദു. ഇപ്പോ നീ ബുദ്ധിമുട്ടുന്നത് അറിഞ്ഞിട്ട് നിന്റെ ഭർത്താവ് നീ പോലും അറിയാതെ നിന്റെ ലോണിന്റെ EMI അടച്ചില്ലേ, അതാലോചിച്ചിട്ട് നീ സന്തോഷിക്ക്. നിന്റെ ഭർത്താവ് നിന്നെ എത്രത്തോളം കരുതലോടുകൂടിയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്. അതൊക്കെ കേട്ടിട്ട് ഇന്ദുവിന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും വാസന്തിയുടെ സ്വഭാവം ആലോചിക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ടെൻഷനും തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം വീട്ടിന്റെ ടെറസിൽ നിന്നോട് സംസാരിക്കുകയാണ് വാസന്തിയും രാധികയും ചേർന്നിട്ട്. ആ സമയത്താണ് താഴെ ഒരു ലോറി വന്ന് വരുന്നത് കാണുന്നത്. അപ്പോൾ രാധികയോട് വാസന്തി പറയുന്നുണ്ട്, എടി, ആ വണ്ടി നമ്മുടെ വീട്ടിന്റെ മുന്നിലാണല്ലോ വന്ന് നിൽക്കുന്നത്. ആ ശരിയാണല്ലോ മാമി,
അതിനകത്ത് AC ആണല്ലോ ഉള്ളത്. ആ, എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാടി എന്നും പറഞ്ഞിട്ട് സന്തോഷത്തോടെയാണ് വാസന്തി താഴേക്ക് വരുന്നത്. താഴെ വന്ന സമയത്ത് പുറത്ത് രണ്ടുപേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതല്ലേ വീടിന്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഓ, AC കൊണ്ടുവന്നതാണല്ലേ? ആ, ഏത് റൂമിലാണ് കൊണ്ടുവെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോയിക്കോളാം. അപ്പോൾ നിങ്ങളല്ലേ ഫിറ്റ് ചെയ്യുന്നത്? രാധിക ചോദിക്കുന്നുണ്ട്. അല്ല മാഡം, ഞങ്ങൾ ഇതിവിടെ കൊണ്ടുവച്ചിട്ട് 2 ദിവസത്തിന് ശേഷം ഇത് ഫിറ്റ് ചെയ്യാൻ വേറെ ആളുകൾ വരികയാണ് ചെയ്യുക. അവര് സമയമൊക്കെ ചോദിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് ബഹളം കേട്ടിട്ട് രുക്മിണിയും രാജേശ്വരിയും അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി, ഇതെന്താ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെന്താ അവിടെ വന്നിരിക്കുന്നത്? അറിയില്ലടി രാജി, എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രാധിക അത് കേട്ടിട്ട് മാമിയോട് പറയാണ്, മാമി, ഇത് കൊണ്ടുവന്നിരിക്കുന്നത് AC ആണെന്ന് പോലും മനസ്സിലാവാത്ത 2 പൊട്ടന്മാരാണ് അകത്തുള്ളത്. അപ്പോ വാസന്തി ഒന്ന് അഹങ്കാരത്തോട് സംസാരിക്കുകയാണ്. പിന്നല്ലാതെ നീ എന്താ കരുതിയത് അവരൊക്കെ വലിയ പൈസക്കാരാണെന്നായിരുന്നോ? അതൊക്കെ രാജേശ്വരിയും രുക്മിണിയും കേൾക്കുന്നുണ്ടായിരുന്നു. അവർ മറുത്തൊന്നും പറയുന്നില്ല. ഫാന് പോലും ഇല്ലാത്ത വീട്ടില് കൈകൊണ്ട് വീശിയിട്ട് കിടന്നുറങ്ങിയ ആൾക്കാരെ ഇവരൊക്കെ. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വലിയ ബംഗ്ലാവ് പോലത്തെ വീട് കിട്ടിയപ്പോ വലിയ രാജകീയമായിട്ട് വന്നിട്ട് ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. രുക്മിണി കേൾക്കാൻ വേണ്ടി വാസന്തി പറയാണ്, വെയിൽ കുറച്ച് അധികമാണ്, നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനാണെങ്കിൽ കേട്ട പാതി AC വാങ്ങിത്തരാം അമ്മ എന്ന് പറഞ്ഞു. അല്ലെങ്കിലും നീലേട്ടൻ എപ്പോഴും അമ്മയെക്കുറിച്ച് തന്നെയാണ് ചിന്ത മാമി. രാധിക ഒന്നുകൂടെ പൊക്കിയടിക്കുകയാണ്. അപ്പോൾ അയാൾ വന്നയാളാണെങ്കിൽ പറയുന്നുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പണം തരികയാണെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു. ആ, എത്രയായിരുന്നു പണം? 60,000 രൂപയാണ് മാഡം. എന്ത്, 60,000 രൂപയോ? ആ അതെ, വാസന്തി പറയാണ്. എന്നാലും മാമി, ഈ ഒരു ചെറിയ സാധനത്തിന് 60,000 രൂപ എന്നൊക്കെ പറഞ്ഞ? അതേടി, അതിന് നീ എന്തിനാ ഇങ്ങനെ ബാതുറന്ന് അന്താളിക്കുന്നത്? അല്ല സർ, ഇത് 1.5 ടൺ അല്ലേ? ആ, 1.5 ടണ്ണാണ്. കണ്ടില്ലേ, നമ്മുടെ റൂം വലുതല്ലേ, അപ്പൊ പിന്നെ 1 ടൺ ആയിക്കഴിഞ്ഞാ അധികം തണുപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് 1.5 ടൺ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. എന്തായാലും ഒരിക്കലേ ഇതൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പൊ പിന്നെ പണം നോക്കിയിട്ട് കാര്യമുണ്ടോ? വാസന്തി വലിയ ഗമയിൽ സംസാരിക്കുകയാണ്. രുക്മിണിക്ക് അതൊക്കെ കേട്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അല്പന അഹങ്കാരം കിട്ടിയാൽ എന്ന പോലത്തെ പൊങ്ങച്ചാണ് വാസന്തി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നല്ലത് തന്നെ നോക്കി വാങ്ങിച്ചത്. വാസന്തി പറയുന്നത് കേട്ടപ്പോൾ രാധിക ഒക്കത്തിന് സമ്മതിക്കാണ്. ആ, അത് ശരിയാണ് മാമി. എന്നിട്ട് അവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇന്ദുവിനെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന് ശേഷം, നിങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കിയതിനു ശേഷം വേണം എനിക്കും നീലേട്ടനും ആ റൂമിൽ കയറി കിടക്കാൻ. രാധികയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും നീലനോടൊപ്പം മാത്രം ജീവിക്കണമെന്നേ ഉള്ളൂ. ആ സമയത്ത് രാജേശ്വരി ആണെങ്കിൽ പറയുന്നുണ്ട്, അല്പന ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കുടപിടിക്കുന്നു പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം. അയ്യോ രാജി, നീ ഒന്നും മിണ്ടാതിരിക്ക്. പിന്നെ അല്ലാതെ ചേച്ചി, നമ്മളെ കൊണ്ട് എത്രത്തോളം മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവർ 4 പേരും പരസ്പരം ഇങ്ങനെ കുരുകുണിച്ച് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വാസന്തി അയാളോട് പറയാണ്, ശരി ഞാൻ പോയിട്ട് പണം എടുത്തിട്ട് വരാം. എന്നിട്ട് രാധിക അയാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് വാസന്തി അകത്തേക്ക് പോവാണ്. അങ്ങനെ നേരെ പോയത് ബെഡ്റൂമിൽ കയറിയിട്ട് അലമാര തുറന്നിട്ട് നീലൻ കുറച്ചു മുൻപ് എടുത്തുകൊണ്ടുപോയി ആ പണമാണ് നോക്കുന്നത്. അപ്പോൾ പേഴ്സൊക്കെ എടുത്തിട്ട് ആ പണം തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് പണം ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ വാസന്തിക്ക് ആകെ വെപ്രാളം കയറുവാണ്. ദൈവമേ, ഇതിനകത്തായിരുന്നല്ലോ ഞാൻ പണം വെച്ചത്, അതെവിടെ പോയി? ഇനി മറ്റെവിടെയെങ്കിലും ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമാര മൊത്തം ഒരു വാരി വലിച്ചിടുവാണ്. പക്ഷേ എവിടെയും പണം കാണാനുണ്ടായിരുന്നില്ല. അവരാകെ വെപ്രാളത്തോടു കൂടിയാണ് ടെൻഷൻ അടിച്ച് ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെയാണെങ്കിൽ രാധികയും അവിടെ ഡെലിവറിക്ക് വന്ന ആൾക്കാരൊക്കെ ആകെ അക്ഷമരായിട്ട് നിൽക്കുകയാണ്. അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മാഡം, സമയം ഒരുപാട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 സ്ഥലത്ത് കൂടി ഡെലിവറി ചെയ്യാനുണ്ട്. കുറച്ച് ഫാസ്റ്റായിട്ട് പൈസ എടുത്തിട്ട് വരാൻ പറയൂ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് എന്താ കാര്യം നോക്കിയിട്ട് വരാം. ശരി. അങ്ങനെ അവിടെ എത്തിയിട്ട് രാധിക വിളിക്കുകയാണ്, മാമി, മാമി, ഇതെന്താ എത്ര നേരമായി വന്നിട്ട്, എന്താ പണം കൊണ്ടുവരാത്തത്? അത് തന്നെയാടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അലമാരക്കകത്ത് വെച്ച പണം കാണുന്നില്ല. എന്ത്, പണം കാണുന്നില്ലെന്നോ? അതേടി മാമി, ഞാനൊരു കാര്യം ചോദിക്കാം, സത്യം പറ, മാമിയുടെ കയ്യിൽ പണം ഉണ്ടായിട്ടായിരുന്നോ മാമി ഓർഡർ ചെയ്തത്, അതോ വെറുതെ ആളാവാൻ വേണ്ടി ചെയ്തതോ? എന്താടി രാധി നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അവിടെ വയനാട്ടിൽ വെച്ചിട്ട് ചെയ്ത് കിട്ടിയ പണം മുഴുവൻ നീലൻ എൻ്റെ കയ്യിലല്ലേ കൊണ്ടുവന്ന് തന്നത്. അത് നീയും കണ്ടതല്ലേ? മാമി, മാമി, ഈ അലമാരയിൽ തന്നെയാണോ പണം വെച്ചത്? ഉറപ്പാണോ? എടി, ഞാൻ ഇന്നലെ രാത്രി കൂടി എടുത്തിട്ട് മുഴുവനായിട്ട് വീണ്ടും എണ്ണി നോക്കിയിട്ടാണ് വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ പണം ഇവിടെയൊന്നും കാണുന്നില്ലടി. അയ്യോ മാമി, ഇതിനകം ആരാ വന്നിട്ട് നമ്മുടെ അലമാരയിൽ നിന്നും പണം എടുത്തോണ്ട് പോവേണ്ടത്? അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. എനിക്ക് ആകെ പേടിയാവുന്നു. അപ്പോഴാണ് രാധികയ്ക്ക് മുൻപ് നടന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. ഒരു തവണ അവളുടെ റൂമിലെ ബാത്റൂമിൽ അർജുൻ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് അവള് ദേഷ്യത്തോടെയാണ് അവരോട് പ്രതികരിച്ചത്, നീ എന്താ എൻ്റെ റൂമിൽ? അത് പിന്നെ ബാത്റൂം ഉപയോഗിക്കാന്ന് കരുതി വന്നതാണ്. നിന്റെ റൂമിൽ ബാത്റൂം ഇല്ലേ? ഉണ്ട്, അവിടെ ശാലിനി ഉണ്ടായിരുന്നു, അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാണ്. അതിന് നീ എൻ്റെ ബാത്റൂമിലാണോ ചോദിക്കാതെ കയറി വരിക എന്നൊക്കെ അന്ന് രാധി അവരോട് ദേഷ്യത്തോടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. സോറി ചേച്ചി,
എന്ന് പറഞ്ഞ സമയത്ത് രാധിക ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയൊക്കെ എല്ലായിടത്ത് ബാത്റൂം വരെ പൂട്ടി വെക്കേണ്ടി വരുന്ന തോന്നുന്നത്. മര്യാദക്ക് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക്. മാമി, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്ത്? പണം തട്ടിയെടുത്തത് ഈ വീട്ടിലുള്ള ഒരുത്തൻ തന്നെയാ. അതാരാടി? ആ ആ അർജുനില്ലേ, ആ രുക്മിണിയുടെ മകൻ. ആ അവനോ? അവൻ ഈ റൂമിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ റൂമിൽ എന്തിനാണ് അവൻ വരുന്നത്? എന്തിനാ വന്നതെന്ന് ഞാൻ അവനോട് ചോദിച്ച സമയത്ത് ബാത്റൂം ഉപയോഗിക്കാനാ വന്നതെന്ന് അന്ന് അവൻ പറഞ്ഞത്. താഴെ നിന്ന് നമ്മുടെ റൂമിലേക്ക് ബാത്റൂമിൽ പോകാനായിട്ട് വന്നു എന്നോ? ആ അതെ മാമി, താഴെ നിന്ന് ബാത്റൂമിലേക്ക് പോകാനായിട്ട് ആരെങ്കിലും നമ്മുടെ റൂമിലേക്ക് മുകളിലേക്ക് വരുമോ? ഈ വീട്ടിലുള്ള കോമൺ ബാത്റൂം അവൻ ഉപയോഗിച്ചാ പോരെ? ആ ശരിയാണല്ലോ. അപ്പൊ തന്നെ അവന്റെ സംസാരത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നു. ഇവിടെ നിക്കടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന്റെ കീശ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ എന്തോ ഒരു ചിന്തയിൽ അവനെ വെറുതെ വിട്ടുപോയി. നീ എന്തൊക്കെയാണ് രാധി ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അവൻ എത്ര കാലമായിട്ട് ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ തന്നെയാണ് മാമി. അവൻ എവിടെയാണ് ഉള്ളത്? താഴെയുണ്ടോ? ആ താഴെയുണ്ട്. എ സിക്കാർ വന്ന് എ സി ഇറക്കിയിട്ട് പോയപ്പോ അവനൊന്ന് ഏന്തി വെഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതാ. കള്ളന്മാര് കള്ളത്തരം കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ? വാസന്തിയും രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും നേരെ അർജുനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അതേസമയം ക്ലാസ്സിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അർജുൻ. രുക്മിണി പിന്നാലെ വന്നിട്ട് പറഞ്ഞിട്ട്, ഡാ ഒരു വായിക്കെങ്കിലും കഴിച്ചിട്ട് പോ. ഇല്ലമ്മ, ടൈമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അപ്പോൾ രാജേശ്വരിയും പിന്നിൽ വന്നിട്ട് പറയാണ്, ഡാ അർജുൻ, ഇനി പഴയതുപോലെ രാത്രി പുറത്തേക്ക് കറങ്ങുന്ന പണിയൊക്കെ നിർത്തണം. സമയത്തിനും കാലത്തിനും വീട്ടിലേക്ക് വരാൻ നോക്ക്. ശരി ചെറിയമ്മേ, ഞാൻ വന്നോളാം. ഡാ നിൽക്ക്, പോവല്ല. അപ്പോഴേക്കും വാസന്തി വന്നിട്ട് അവനോട് പറയാണ്. വാസന്തിക്കൊപ്പം തന്നെ രാധികയും പായസവും പൂർണിയും അതുപോലെ ശാലിനിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നീ എങ്ങോട്ടേക്കാ പോകുന്നത്? എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പുറത്തേക്ക് പോവാണ്. അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ഞാൻ നന്നായിട്ട് കേട്ടു. ഇപ്പൊ നിന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടല്ലോ, അതുകൊണ്ട് നീ പുറത്തും പോവും, പുറത്തു നിന്ന് ഭക്ഷണവും കഴിക്കും. വാസന്തി എന്താ പറയുന്നതെന്ന് രുക്മിണിക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നില്ല. അർജുനും അതുപോലെ തന്നെ പറയാണ്, നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, വെറുതെ അഭിനയിക്കലടാ. വാസന്തി ദേഷ്യത്തോടെയാണ് പിന്നീട് സംസാരിക്കുന്നത്. മോഷ്ടിച്ച പണം മര്യാദക്ക് തിരിച്ചു തരാൻ നോക്ക്. അത് കേട്ടപ്പോൾ രുക്മിണിയും രാജേശ്വരിയും ശാലിനിയും ഒക്കെ ഞെട്ടിത്തരിച്ചു പോയി. അതുപോലെ അർജുനും. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ അലമാരക്കകത്തുനിന്ന് നീ മോഷ്ടിച്ച പണം തിരിച്ചു തരാനാ പറഞ്ഞത്. നിന്നോട് മര്യാദയ്ക്ക് എൻ്റെ അലമാരയിൽ നിന്നും എടുത്ത പണം തിരികെ തരാനാ പറഞ്ഞത്. അർജുനൊന്നും മനസ്സിലാവാതെ അതിശയത്തോടെ അവരെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രുക്മിണി അവന് വേണ്ടി സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എന്തിനാ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന അവനോട് നിങ്ങളുടെ പണം തിരിച്ചു തരാനൊക്കെ പറയുന്നത്? നിങ്ങളുടെ പണം ഇങ്ങനെ അവൻ്റെ കയ്യിലുണ്ടാവുക? ഇവ മോഷ്ടിക്കാതെ പിന്നെ പണത്തിന് തന്നെ കൈയും കാലും മുളച്ചിട്ട് അത് പുറത്തേക്ക് ഇറങ്ങി പോയതെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പിന്നല്ലാതെ എൻ്റെ അലമാരക്കകത്തുണ്ടായിരുന്ന 60,000 രൂപ ഇവൻ വന്ന് മോഷ്ടിച്ചെടുത്തോണ്ട് പോയി. വാസന്തി പറഞ്ഞത് കേട്ടതും രുക്മിണിയും രാജേശ്വരിയും അർജുനും ഒക്കെ ഞെട്ടിത്തരിച്ച് പരസ്പരം നോക്കുകയാണ്. രാജേശ്വരി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ അലമാരക്കകത്ത് വെച്ച് പണം കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആളുകളോടാണ് ആദ്യം ചോദിക്കേണ്ടത്. അത് ചെയ്യാതെ ഞങ്ങളുടെ വീട്ടിലെ പയ്യനെ വന്നിട്ടാണോ ചോദ്യം ചെയ്യുന്നത്? നിങ്ങളുടെ കൂടെ ഒട്ടിക്കൊണ്ടൊരു സാധനം നിൽക്കുന്നുണ്ടല്ലോ, അതിനോട് തന്നെ ചോദിച്ചു നോക്ക്. രാധികയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അത് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഞെട്ടലോടുകൂടി അവൾ എല്ലാവരെയും നോക്കുകയാണ്. എന്നിട്ട് മാമിയോട് പറയുന്നുണ്ട്, മാമി, നിങ്ങളുടെ കൂടെ ഒന്നായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതെ, നിന്നെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ റൂമിൽ വെച്ച പണം കാണുന്നില്ലെങ്കിൽ നീയല്ലാതെ മറ്റാരെടുക്കാനാ? കണ്ടില്ലേ മാമി, എന്നെ കൊണ്ട് എന്തൊക്കെ ഇവർ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ ആ പണം അവിടെ വെച്ചതുപോലെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് രുക്മിണിയും ചോദിക്കുന്നത്. ശരി, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. വാസന്തി അമ്മ ആ പണം വെച്ചത് നിനക്ക് പോലും അറിയില്ലെങ്കിൽ പിന്നെ ഇവനെങ്ങനെയാണ് അത് അറിഞ്ഞിട്ട് അവിടെ വന്ന് മോഷ്ടിക്കുക? അത് ശരിയായ ഒരു ചോദ്യം തന്നെയാണെന്ന് വാസന്തിക്കും തോന്നുന്ന സമയത്ത് രുക്മിണി പറയുന്നുണ്ട്, അത് മാത്രമല്ല, ആവശ്യമില്ലാതെ ഞങ്ങൾ ആരും മുകളിലോട്ട് വരാറുമില്ല. ആര്? ഇവൻ വരുന്നില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? രാധിക അപ്പോഴേക്കും ചാടിത്തുള്ളുവാണ്. ഇന്നലെ കൂടി ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് ഇവൻ വന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ രുക്മിണിക്ക് അത് അറിയില്ലായിരുന്നു. ഡാ, നീ ഇവരുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ? ആ പോയിട്ടുണ്ടായിരുന്നു അമ്മ. താഴെ റൂമിൽ ശാലിനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മുകളിലേക്ക് പോയതാണ്. ഇവരോട് പറഞ്ഞിട്ടാണ് അമ്മ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാധിക ആളാവാണ്. കണ്ടില്ലേ, എന്തായിരുന്നു കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞത്? മുകളിലോട്ടേക്ക് വരാറേ ഇല്ലാന്ന്. ഇപ്പൊ വരുമെന്ന് അവൻ തന്നെ സമ്മതിച്ചില്ലേ? അടുത്തതായിട്ട് പണം അവൻ തന്നെ എടുത്തതെന്ന് അവൻ തന്നെ സമ്മതിക്കും. വേണേ നിങ്ങൾ നോക്കിക്കോ. അപ്പോ അവൻ പറയാണ്, സത്യമായിട്ടും ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനി മുകളിലെ ബാത്റൂം ഉപയോഗിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല. ചുമ്മാ അഭിനയിക്കാൻ നിൽക്കലടാ. രാധിക അവനെ കളിയാക്കാണ്. ഞാനെന്തിനാ അഭിനയിക്കണം? അങ്ങനെയുള്ള ബുദ്ധി കെട്ട കള്ളക്കളിയൊന്നും എനിക്കറിയില്ല. പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ തന്നെ സമ്പാദിക്കുന്നുണ്ട്.
ഇനി അതല്ലാതെ നിങ്ങളുടെ പണമൊക്കെ ആരെങ്കിലും മോഷ്ടിക്കോ? പ്രൊഫഷണൽ കള്ളന്മാർ പോലും നിങ്ങളുടെ വീടിന്റെ ഭാഗത്തേക്ക് വരുന്നു തോന്നുന്നില്ല. ദേ നോക്ക് മാമി, എന്തൊക്കെ ഇവൻ പറയുന്നെന്ന്. കള്ളന്മാരുടെ അഹങ്കാരം നീ കേട്ടോണ്ട് നിൽക്കുവാണോടി രാധി? എന്തുമാത്രം അഹങ്കാരത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നതെന്ന് കേട്ടില്ലേ? ഡാ പായസോ, ഇവന്റെ റൂമിലേക്ക് പോയിട്ട് റൂം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. കേട്ട പാതി പായസം മുറിയിലേക്ക് പോകാൻ നോക്കുവാണ്. അപ്പൊ രുക്മിണി അയാളെ കൈവച്ച് തടയുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല. വേണമെന്ന് വെച്ച് മനഃപൂർവ്വം ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ? നോക്ക്, നിങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ എന്റെ ചേച്ചിയോട് സംസാരിച്ചാൽ മതി. എന്റെ ചേച്ചി എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും, അല്ലേ ചേച്ചി? മനസ്സിലായോ? ആ എന്നും പറഞ്ഞിട്ട് പായസം നേരെ അർജുന്റെ മുറിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് വാസന്തി ആണെങ്കിൽ രാധികയോട് അർജുന്റെ ബാഗ് പരിശോധിക്കാനും പറയുന്നുണ്ട്. അവന്റെ ബാഗ് രാധിക തട്ടിയെടുക്കാൻ നോക്കിയത് അർജുൻ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ല എന്ന്, പിന്നെ എന്തിനാ എന്റെ ബാഗൊക്കെ പരിശോധിക്കുന്നത്? മര്യാദക്ക് നീ ബാഗ് കൊടുക്കാൻ നോക്ക്. വാസന്തിയും പറയാണ്, രാധികയാണെങ്കിൽ തട്ടിയെടുക്കാനും നോക്കുന്നുണ്ട്. നീ എടുത്തിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്, പിന്നെ ബാഗ് കൊടുക്കാൻ നീ എന്തിനാ മടിക്കുന്നത്? മര്യാദക്ക് ബാഗ് കൊടുക്ക്. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, ഡാ അർജുൻ, നീ ബാഗ് അവർക്ക് കൊടുക്കടാ. ആ ബാഗ് പരിശോധിച്ചതിന് ശേഷം എന്ത് മുഖം വെച്ചിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഞാനും ഒന്ന് കാണട്ടെ. ഇല്ല അമ്മ, ഞാൻ പറഞ്ഞില്ലേ അതിനകത്തില്ല എന്ന്. അർജുൻ പറയാണെങ്കിലും രാധിക അതൊന്നും സമ്മതിക്കുന്നില്ല. അവൾ അവന്റെ ബാഗ് തട്ടിയെടുത്ത് വാങ്ങിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് അവന്റെ ബാഗിലുള്ള മുഴുവൻ സാധനങ്ങളും അവളവിടെ നിലത്ത് കുടഞ്ഞിടുവാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവസാനം വീണത് ഒരു കെട്ട് 500-ന്റെ നോട്ടായിരുന്നു. ശരിക്കു പറഞ്ഞ അവിടെ കൂടി നിന്ന് എല്ലാവരും ഷോക്കായിട്ടുണ്ടായിരുന്നു. രാധികയും വാസന്തിയും രുക്മിണിയും പൂർണിയും ഒക്കെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.